സ്കൂൾ പാചക തൊഴിലാളികളുടെ 2025-26 അധ്യയന വർഷത്തെ പാചക മത്സരം സംഘടിപ്പിച്ചു. ഗവൺമെന്റ് PSM-LPS സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന പരിപാടിയിൽ AEO ബീനാകുമാരി S ഉദ്ഘാടനം നിർവഹിച്ചു. 22 പേരാണ് മത്സരത്തിൽ പങ്കെടുത്തത്. മികച്ച പാചക തൊഴിലാളികൾക്ക് സർട്ടിഫിക്കറ്റും സമ്മാനങ്ങളും നൽകി. പുലിയൂർ ജയകുമാർ സ്വാഗതം ആശംസിച്ചു. മായ, ശ്രീകുമാർ, ശ്രീലേഖ, സനൽകുമാർ, ചന്ദ്രകുമാർ, പത്മകുമാരി തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. നമസ്കാരം. സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പ് സംഘടിപ്പിച്ചിട്ടുള്ള സ്കൂൾ പാചക തൊഴിലാളികളുടെ മത്സരത്തിന്റെ രണ്ടാമത്തെ വർഷത്തെ മത്സരമാണ് ഇന്നിവിടെ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. വളരെ മികച്ച രീതിയിൽ കാട്ടാക്കട ഉപജില്ലയിൽ ഈ മത്സരം സംഘടിപ്പിച്ചിട്ടുണ്ട്. 22 പാചക തൊഴിലാളികളാണ് ഇതിൽ പങ്കെടുക്കുന്നത്. നമുക്കറിയാം, ഇന്ന് പൊതുവിദ്യാലയങ്ങളിലെ ഉച്ചഭക്ഷണം എന്ന് പറയുന്നത് വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും പൊതുസമൂഹത്തിന്റെയും ആകെ ശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരു ഭക്ഷണ രീതിയാണ്, ഭക്ഷണ മെനു ആണ് ഇപ്പോൾ പിന്തുടരുന്നത്. ഈ മത്സരത്തിൽ നിന്നും മികച്ചവയാണെന്ന് ആയിട്ട് തിരഞ്ഞെടുക്കുന്ന ഭക്ഷണ വിഭവങ്ങൾ ഉച്ചഭക്ഷണ മെനുവിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഉദ്ദേശം കൂടി ഇതിന്റെ പിന്നിൽ ഉണ്ട്. ഇവിടെ നിന്നും മത്സരത്തിൽ പങ്കെടുത്ത് 1, 2, 3 സ്ഥാനങ്ങൾ നേടുന്ന പാചക തൊഴിലാളികൾക്ക് സർട്ടിഫിക്കറ്റും സമ്മാനങ്ങളും അതുപോലെ തന്നെ പങ്കെടുത്ത എല്ലാവർക്കും പാർട്ടിസിപ്പൻസ് സർട്ടിഫിക്കറ്റും വിതരണം ചെയ്യുന്നുണ്ട്. എല്ലാവരും വളരെ. ഞാൻ സനൽകുമാർ SK, കുളത്തുമ്പൽ ഗവൺമെന്റ് LPSലെ പ്രഥമാധ്യാപകനാണ്. നമ്മുടെ കാട്ടാക്കട ഉപജില്ലയിലെ എല്ലാ സ്കൂളിലെയും പാചകക്കാരിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു പാചക മത്സരം ഇന്ന് സംഘടിപ്പിക്കുകയാണ്. നമ്മുടെ അടുക്കളയിലെ പിന്നാമ്പുറങ്ങൾ ഒഴിഞ്ഞുകൂടുന്ന പാചകക്കാർക്ക് മുൻപന്തിയിൽ വരുന്നതിന് വേണ്ടിയിട്ടും അവരുടെ സർഗാത്മക കഴിവുകൾ, പാചകത്തിലുള്ള അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കുന്നുള്ള ഒരു സുവർണാവസരമാണ് ഈ പാചക മത്സരം. ഞാൻ കാട്ടാക്കട സബ് ജില്ലാ HM4 സെക്രട്ടറിയാണ്. നമ്മുടെ കാട്ടാക്കട സബ് ജില്ലയില് രണ്ടാമത് പ്രാവശ്യമാണ് പാചക തൊഴിലാളികളുടെ ഒരു മത്സരം സംഘടിപ്പിക്കുന്നത്. കഴിഞ്ഞ വർഷം മത്സരം സംഘടിപ്പിച്ചത് ഒരു വൻ വിജയമായിരുന്നു. പാചക തൊഴിലാളികളുടെ ഉള്ളിലുള്ള നൈപുണ്യങ്ങൾ നമുക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞു. അതിന്റെ വെളിച്ചത്തിലാണ് ഈ വർഷവും പൊതുവിദ്യാഭ്യാസ വകുപ്പ് എല്ലാ സബ് ജില്ലകളിലും പാചക തൊഴിലാളികളുടെ മത്സരം സംഘടിപ്പിച്ചിരിക്കുന്നത്. സജിത, ഇവിടെ ഇപ്പോ പൊന്നറ അല്ലെ ഗവൺമെന്റ് PSM സ്കൂളിലൊരു പാചക മത്സരം നടക്കുന്നുണ്ട്. ഈ സ്കൂളുകളിൽ പാചകം ചെയ്യുന്ന തൊഴിലാളികളുടെ ഒരു മത്സരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മുടെ സ്കൂളുകളിലെ കുട്ടികൾക്ക് എത്രത്തോളം പോഷകങ്ങൾ അവർക്ക് കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഈ ഒരു മത്സരത്തിലൂടെ നമുക്കത് മനസ്സിലാക്കാൻ പറ്റുന്നത്. ആനന്ദനാണ്, ഞാൻ ഒരു ഷെഫാണ്. അപ്പം നമ്മുടെ ഈ ഗവൺമെന്റ് സ്കൂളിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഭക്ഷണത്തിന്റെ പ്രിപ്പറേഷൻസ് മറ്റുമാണ് നടക്കുന്നത്. അപ്പം കഴിവതും എല്ലാവരും സ്വന്തമായിട്ടുള്ള പ്രോഡക്ട്സും പിന്നെ അല്ലെങ്കിൽ ഈ സ്വന്തം സ്കൂൾ വളപ്പില് നട്ട് വളർത്തുന്ന പച്ചക്കറികളും മറ്റു വസ്തുക്കളാണ് ഉപയോഗിക്കുന്നത്. അത്